പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാർത്ത വരികയാണ്. ഗസയിലേക്ക് പാകിസ്ഥാൻ അവരുടെ 20,000 സൈനികരെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അയക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത വരികയാണ്. ഇസ്രയേലിനെ അംഗീകരിക്കാത്ത പാകിസ്ഥാൻ അമേരിക്കയുമായി ചേർന്ന് അന്താരാഷ്ട്ര സേനയുടെ ഭാഗമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഗാസയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇസ്രയേലുമായി ചേർന്ന് പ്രവർത്തിക്കുമോ, അതല്ല ഗസക്കൊപ്പം പാകിസ്ഥാന് നിൽക്കുമോ? അസിം മുനീർ കാണുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ അമേരിക്കക്കൊപ്പം ചേർന്ന് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് എന്താണ്? തങ്ങൾ അംഗീകരിക്കാത്ത പാകിസ്ഥാൻ തങ്ങളുടെ അധിനിവേശ ഭൂമിയിൽ എത്തുമ്പോൾ ഇസ്രയേലിന്റെ നിലപാട് എന്തായിരിക്കും? ലോകരാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ നീക്കത്തിന് പിന്നിലെ ഹിഡൻ അജണ്ടകൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങളാണ് ആദ്യം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നു എന്ന തരത്തിൽ പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഥവാ പാകിസ്ഥാൻ 20,000 സൈനികരെ ഗസയിലേക്ക് അയക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ചർച്ചക്കൊടുവിൽ അമേരിക്കയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ ഭാഗമായാണ് പാകിസ്ഥാൻ ഗസയിൽ ഇടപെടാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നത്. ഈ വാർത്ത പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മന്ത്രാലയം പക്ഷേ തള്ളിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ ട്രംപിന്റെ ഗാസയിലെ പദ്ധതിയുടെ ഭാഗമായ അന്താരാഷ്ട്ര സൈനിക ട്രൂപ്പിൽ ഇടം പിടിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനെ മറപറ്റിക്കൊണ്ടായിരിക്കുമോ ഇത്തരം ഒരു വാർത്ത വന്നത്? ഇനി അങ്ങനെയല്ല, ഇത്തരം ഒരു വാർത്തയ്ക്കുള്ള സ്ഥിരീകരണ നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ നടത്തുന്നുണ്ടോ എന്നത് സംബന്ധിച്ചൊന്നും ഇപ്പോഴും വ്യക്തമല്ല. ഏതായിരുന്നാലും അന്താരാഷ്ട്ര സഖ്യത്തിന്റെ ഭാഗമായിട്ടാണോ അല്ലാതെയാണോ എന്നത് സംബന്ധിച്ച് ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്നാൽ ഇത്രയും സൈനികരെ അയക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോഴില്ല. ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാന്റെ രംഗപ്രവേശനം അമേരിക്കയുടെ തന്ത്രപരമായ ഒരു നീക്കമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. നിലവിൽ ഖത്തർ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ ചില അറബ് രാജ്യങ്ങളുടെ സൈനികരും ഈ സഖ്യത്തിലുണ്ടാകും. ഇതിൽ തുർക്കി സൈന്യം ഗസയിലേക്ക് വരുന്നതിനോട് ഇസ്രയേലിന് ശക്തമായ എതിർപ്പുണ്ട്. എന്നാൽ അതിലേക്ക് പാകിസ്ഥാനെ കൂടി എത്തിച്ചുകൊണ്ട് മുസ്ലിം രാജ്യത്തിന്റെ പ്രതിനിധി എന്ന പ്രതിധ്വനി ഉണ്ടാക്കുകയാകും ഇവിടെ ചെയ്യാൻ പോകുന്നത്. പാകിസ്ഥാനെ മറയാക്കി ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന പേരിൽ അഭിപ്രായപ്പെട്ടിരുന്ന ഒരു സൈനിക സഖ്യ രൂപവൽക്കരണത്തെക്കുറിച്ച് നേരത്തെ ഇസ്ലാമിക് ഓർഗനൈസേഷനിലൊക്കെ ചർച്ച നടക്കുകയും ഈജിപ്ത് ആ ഒരു സഖ്യത്തിന് വേണ്ടി ശക്തമായി വാദിക്കുകയും പല അറബ് രാജ്യങ്ങളും ഇതിനോട് യോജിക്കുകയും ഒക്കെ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കുന്നത് തടയുക എന്നതുകൊണ്ട് തന്നെയാണ് ഈ സഖ്യത്തിൽ തന്നെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ ആർമിയും സൈനിക സംവിധാനങ്ങളുമുള്ള ആണവശേഷിയുള്ള പാകിസ്ഥാനെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അമേരിക്ക ഈ കൂട്ടായ്മയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പാകിസ്ഥാനെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ഹിഡൻ അജണ്ടയാണ്. എന്നാൽ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. നിലവിൽ പാകിസ്ഥാൻ സാമ്പത്തികമായും സൈനികമായും അല്ലാതെയും ഒക്കെ തകർന്നു കിടക്കുകയാണ്. അയൽ രാജ്യങ്ങളുമായി അത്ര നല്ല സൗഹൃദത്തിലല്ല ഇപ്പോഴും അവർ. ഇന്ത്യയും അഫ്ഗാനും കൂടുതൽ അടുക്കുകയും അഫ്ഗാൻ പോലും പാകിസ്ഥാനെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പാകിസ്ഥാനെ പിളർത്താൻ ഒരു ഭാഗത്ത് തീവ്രമായ ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ചൈനയുമായി ഇന്ത്യ അടുത്തതും പാകിസ്ഥാനെ കൂടുതൽ പരുങ്ങലിലാക്കി. ഈ സാഹചര്യത്തിൽ അമേരിക്കക്കൊപ്പം ചേർന്ന് കൂടുതൽ ആയുധങ്ങളും F-16 യുദ്ധവിമാനങ്ങളും കൈവശപ്പെടുത്തുകയും ലോകബാങ്കായ IMF-ൽ നിന്നും കൂടുതൽ വായ്പകളും മറ്റും അനുവദിച്ച് കിട്ടലുമെല്ലാം പാകിസ്ഥാൻ സ്വപ്നം കാണുന്ന ഒന്നാണ്. ഗസ പോലുള്ള പ്രദേശത്ത് ഒരു സൈനിക സഖ്യത്തിന്റെ ഭാഗമാകുമ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് അന്താരാഷ്ട്ര മുഖം കൈവരുന്നത് അവർ നേട്ടമായിട്ട് തന്നെ കാണുകയാണ്. എന്നാൽ ഗസയിലെത്തുന്ന പാകിസ്ഥാന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രധാന ചോദ്യം. നിലവിൽ ഇസ്രയേലിനെ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല, ഗസയെ ഫലസ്തീനെ അംഗീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം ഗസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലാകും കൂടുതൽ ശ്രദ്ധിക്കുക. റോഡ് നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം, ഭക്ഷണം, മരുന്ന് വിതരണം, സിവിലിയൻ സംരക്ഷണം, UN പദ്ധതികൾ നടപ്പിലാക്കൽ തുടങ്ങിയവയിൽ കേന്ദ്രീകരിച്ചാകും പാകിസ്ഥാൻ സൈന്യം അവിടെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത്. ഇവിടെ ഒരു ആശങ്ക, ഇസ്രയേലിന്റെ അധിനിവേശം ഏതെങ്കിലും തരത്തിൽ നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിന് അത് തടയാൻ സാധിക്കുമോ എന്നതാണ്. ഒറ്റവാക്കിൽ ഒരിക്കലും കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഇസ്രയേലിനൊപ്പം ചേരാത്ത ഒരു ന്യൂട്രൽ ഫോഴ്സ് പോലെ പ്രവർത്തിക്കുമോ എന്നത് നമ്മൾ കണ്ടറിയുകയും ചെയ്യേണ്ടതാണ്. പറഞ്ഞു കേട്ടിടത്തോളം ഹമാസിനെ നിരായുധീകരിക്കാൻ പാകിസ്ഥാൻ ഇറക്കുക എന്നതാണ് അമേരിക്കയുടെ ഒരു തന്ത്രം. ഇത് ഇറാന്റെ സ്വാധീനം ആ മേഖലയിൽ കുറക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കണക്ക് കൂട്ടിക്കൊണ്ടുമാണ്. പാകിസ്ഥാന്റെ രംഗപ്രവേശനം കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുക ഇറാൻ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ഇതുതന്നെയാണ് അമേരിക്കയുടെ മറ്റൊരു ഹിഡൻ അജണ്ട. ഈ അസ്വസ്ഥത പുറത്തു വന്നാൽ അമേരിക്കൻ താവളം പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അങ്ങനെ വന്നാൽ അത് ചൈനയും ഇറാനും പാകിസ്ഥാനും എതിർചേരിയിൽ നിന്നുകൊണ്ടുള്ള ഒരു നീക്കങ്ങൾക്ക് വഴി മാറുകയും ചെയ്തേക്കും. ഏതായാലും ഒറ്റ വാക്കിൽ പാകിസ്ഥാൻ തലവെക്കുന്നത് അവർക്ക് കൂടുതൽ പരിക്കുകൾ ഉണ്ടാക്കിയേക്കുമെന്ന് തന്നെയാണ് ജിയോ പൊളിറ്റിക്സിലുള്ള നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കാലങ്ങളായി സൗഹൃദത്തിലുള്ള ചൈനയെ അവർക്ക് പിണക്കേണ്ടി വരും, ഇറാനുമായിട്ട് നിലവിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇറാനെ അവർക്ക് പിണക്കേണ്ടി വരും. മറ്റൊന്ന്, ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പാകിസ്ഥാനുമേൽ സംശയം കൂടുതൽ ആഴത്തിൽ പതിയും. ഈ കൂട്ടായ്മ തകർന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തെയും ഒരുപക്ഷെ അത് ബാധിച്ചേക്കും. ഇത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. എന്നാൽ അന്താരാഷ്ട്ര സഖ്യത്തിന്റെ ഭാഗമാകുമ്പോൾ പാകിസ്ഥാൻ അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും ആഘോഷിക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രീതി ലഭിക്കും എന്നതാണ് അവർ പ്രധാനമായിട്ടും കാണുന്നത്. ബലൂജ് സമരം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അവരുടെ ഒരു തലവേദനയാണ്. ആ തലവേദന അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ സഹായം അവർക്ക് ലഭിക്കും. ഈ ബലൂജ് മേഖലയിൽ കൂടുതൽ ധാതു ലവണങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ നിലവിലെ പാകിസ്ഥാൻ ഫോഴ്സോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സാങ്കേതിക മികവോ മതിയാകില്ല. അതിന് അന്താരാഷ്ട്ര സഹായം വേണ്ടതുണ്ട്. അതിന് ഏറ്റവും അനുയോജ്യർ അമേരിക്ക തന്നെയാണ്. അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് കൂടുതൽ സാമ്പത്തികമായ ഉന്നമനത്തിന് അതിന് കാരണമാകും എന്ന് പാകിസ്ഥാൻ കണക്ക് കൂട്ടുന്നു. ഒപ്പം തന്നെ ഗാസയിൽ ഗാസ പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു അന്താരാഷ്ട്ര സൈന്യത്തിന്റെ ഭാഗമായിട്ട് ഇടപെടാൻ കഴിയുന്നു എന്നത് സൈനിക നീക്കത്തിന് ഒരു സ്വീകാര്യത എന്നതിനപ്പുറം പാകിസ്ഥാന്റെ സൈന്യത്തെ കൂടുതൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു എന്നതും, അതോടൊപ്പം കൂടുതൽ ഫണ്ടുകൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ F-16 യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, കൂടുതൽ ആയുധങ്ങൾ എന്നിവ കൊണ്ടുവരാനുമൊക്കെ അവർക്ക് സാധിക്കും എന്നതിനെ അവർ നേട്ടമായിട്ട് കണക്കാക്കുകയാണ്. വിഷയത്തിൽ പറഞ്ഞ പോലെ 20,000 സൈനികരെ അയക്കുമോ എന്നതിൽ അത് സ്വതന്ത്രമാണോ ഇനി അന്താരാഷ്ട്ര നീക്കത്തിന്റെ ഭാഗമാണോ എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ഇന്ത്യൻ മാധ്യമങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം വന്നിട്ടില്ല. ഏതായിരുന്നാലും പാകിസ്ഥാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് അറബ് രാഷ്ട്രീയത്തെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും അത് കൂടുതൽ വിശകലനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.